എന്താ സിനി, അവള് വേറെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഇല്ല മാം, ഞാൻ വേറൊരു കാര്യം ചോദിക്കാനായിരുന്നു. എന്താ? മാം, കൃഷ്ണയ്ക്ക് ഇപ്പൊ കൊടുത്ത ആഭരണങ്ങള് ഒറിജിനൽ ആണോ? വിവാഹത്തിന് ഗാഥ മാഡത്തിന് കരുതി വെച്ചിരിക്കുന്ന ആഭരണങ്ങള് കൃഷ്ണയുടെ ദേഹത്ത് തൊടാൻ പാടില്ലെന്ന് മാം പറഞ്ഞു. അതനുസരിച്ച് കൃഷ്ണ ഇട്ടത് മുഴുവൻ മുക്കുപണ്ടങ്ങളാ. വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്യുമ്പോ ഏതെങ്കിലും ഒരു അവസരത്തിൽ അത് പിടിക്കപ്പെട്ടാലോ? ഞാനിപ്പോ അവക്ക് കൊടുത്തത് മുക്കുപണ്ടങ്ങളല്ല, ഗാഥമോൾക്ക് കൊടുക്കാൻ കരുതി വെച്ചിരുന്ന അതേ ആഭരണങ്ങളാ. മാം, എന്റെ ഗാഥമോൾക്ക് വേണ്ടിയല്ലേ അവൾ ഇത്രയും കഷ്ടപ്പെടുന്നത്. കരാറ് പൂർത്തിയാക്കി മടങ്ങിയെങ്കിലും ഇപ്പോഴും ഞാൻ പറയുന്ന അവൾ അനുസരിക്കുന്നില്ലേ? അപ്പോ അങ്ങനെയൊന്നും ചെയ്യണം തോന്നുന്നു. നന്നായി മാം. സത്യത്തില് കൃഷ്ണയോട് നമുക്ക് കടപ്പാടുകൾ ഒരുപാടുണ്ടല്ലോ. അതിന്റെ ഒരു പങ്ക് എങ്ങനെയെങ്കിലും. ഇനി ഗാഥയുടെ മുമ്പ് വെച്ചത് പറയാൻ നിൽക്കണ്ട, അവക്കിത് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ മോൾ ഇതുവരെ തീയുടെ ചൂടെന്താന്ന് അറിഞ്ഞിട്ടില്ല. എന്നും അവളെ ദൂരെ മാറ്റി നിർത്തി തീക്കകത്തൂടെ സഞ്ചരിച്ചവളാ ഞാൻ കടന്നുപോയ അതേ അവസ്ഥയില് മറ്റൊരാളെ കാണുന്ന പോലെ തോന്നി. ചില നേരത്ത് ചില പ്രവൃത്തികളുടെ അർത്ഥം നമുക്ക് തന്നെ മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടാണല്ലോ. സിത്താര മാമിന് യഥാർത്ഥത്തിൽ കൃഷ്ണയോട് അനുകമ്പ തോന്നി തുടങ്ങി. മണിയറിലെത്തിയപ്പോഴേ ഗാഥമഠം ഇവിടുത്തെ പോലെ തളർന്നൊന്നും വീണില്ലല്ലോ അല്ലേ? തനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ലേ? അമ്മേ, ഇതെന്താ? സിത്താര മേഡത്തിന്റെ ഗിഫ്റ്റാ. നല്ല ഭംഗിയുണ്ടല്ലോ അല്ലേ നിർമ്മലേ? ഓ, കാശുള്ളവർക്ക് എന്താ കാണിക്കാൻ പറ്റാത്തത്? അമ്മ, ആ ഇത് ബെൽജിയം കട്ട് ഓർണമെന്റ്സാ. ആ ഫേമസ് ബ്രാൻഡാ. അവസാനം കീർത്തി ഒരു കാര്യം കൃത്യമായിട്ട് കണ്ടുപിടിച്ച് പറഞ്ഞു. താങ്ക് യു കീർത്തി. അല്ല സാറേ, ഇതെന്നാ വിലയുണ്ടോ? ഓ, ഇപ്പോഴത്തെ വില അനുസരിച്ച് ഒരു 1-2 lakhs കാണുമായിരിക്കും. നോ, ഇതിന്റെ വില നോക്കുകയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 25 lakhs. 25 ലക്ഷം ഉണ്ടാവോ അമ്മേ? ഒറിജിനലിന്റെ വില അതാ, ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോ അമ്മയുടെ സംശയമൊക്കെ തീർന്നല്ലോ അല്ലേ? എന്തായാലും മമ്മിയുടെ പ്രസന്റ് അല്ലേ, മോൾ ഇതൊന്ന് കഴുത്തിലിട്ടെ. അയ്യോ, ഇതെനിക്ക് വേണ്ട. ഇത് ഗാഥ മേഡത്തിനുള്ളതാ. ഏത് ഗാഥാ മേഡം? ഗാഥാ മേഡത്തിനുള്ളതെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതെന്താ ഗാഥ? ഞങ്ങൾക്കാർക്കൊന്നും മനസ്സിലായില്ലല്ലോ. ആ, ഇതിലെന്തോ ഒരു കുരുക്കുണ്ട്. എന്ത് കുരുക്ക്? ഈ ഗാഥമാടത്തിന്റെ തമാശകളെ നിങ്ങൾക്കൊന്നും അറിയാനിട്ടാന്നേ. സംശയം ഉണ്ടെങ്കിലേ നമീൻ സാറിനോട് ചോദിച്ചു നോക്ക്. ഇപ്പോഴല്ലേ ഗാഥമാടം ഓരോന്ന് പറഞ്ഞ ആൾക്കാരെ നെട്ടിക്കാത്തത്. പണ്ട് സാറ് പരിചയപ്പെട്ട സമയത്തെ രാവിലെ ഒരു ഷോക്ക്, ഉച്ചയ്ക്കൊരു ഷോക്ക്, പിന്നെ വൈകിട്ട് വേറൊരു ഷോക്ക് കൂടെ. അങ്ങനെയായിരുന്നു ഗാഥമാടത്തിന്റെ ഓരോരോ പ്രോഗ്രാംസേ, അല്ലേ മാഡം? കുറച്ചെന്നെ വലച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ പഴയ ആളല്ലല്ലോ ഗാഥ. ആ പഴയ ആളുടെ ഓർമ്മ ചെറുതായിട്ടൊന്ന് നിലനിന്ന് പോവട്ടെ എന്ന് കരുതി പറഞ്ഞതാ. മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. വാടാ, വാ. അല്ലേലും അവൾ എന്താ അങ്ങനെ പറഞ്ഞത് അല്ലേ കീർത്തി? എന്നല്ലേ അമ്മായിയുടെ മനസ്സിൽ ഇപ്പോ? ആ പറഞ്ഞതിന്റെ അർത്ഥം നോക്കി ഇന്നത്തെ ദിവസം മുഴുവനും അമ്മയും മോളും കളയാൻ നിൽക്കണ്ട. ഒരു ഉത്തരവും കിട്ടാൻ പോകുന്നില്ല. ഗാഥാമാടത്തിന്റെ നമ്പറുകളൊന്നും നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. അതൊക്കെ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ജസ്റ്റ് വെയിറ്റ്. മോളെ, അച്ഛന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അച്ഛന്റെ മകനെ
നല്ലവനാ. ആ മകന് ഒന്നും സംഭവിക്കില്ല. കാത്തു കാത്തിരുന്ന് ഈ കുടുംബത്തിലേക്ക് കയറി വന്ന പുണ്യമാണ് നീ. കളരിക്കൽ തറവാടിന് എന്നെന്നും നിന്നോട് കടപ്പാടുണ്ടായിരിക്കും. അങ്ങനെയൊന്നും പറയല്ലേ മുത്തശ്ശി. ഇതെന്റെ കടമയായിട്ട് ഞാൻ സ്വീകരിച്ചു. എന്നാ ഞാൻ അകത്തേക്ക് പൊക്കോട്ടെ. ശരി മോളെ. നന്ദ, കൊടും ശാപത്തിനപ്പുറത്ത് അനുഗ്രഹത്തിന്റെ ഒരു തണൽ നമുക്കായി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മറ്റുള്ളവരെ കുറിച്ച് ഇത്രയും ആഴത്തിൽ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി ഈ വരവ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. പക്ഷെ അമ്മേ, 41 ദിവസം മോള് വ്രതാനുഷ്ഠിക്കുമ്പോ അതിൽ ചില അപകടങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്നും സിദ്ധം പറഞ്ഞിട്ടുണ്ട്. നാഗദൈവങ്ങൾ എത്ര പ്രീതിപ്പെടുത്തുന്നോ അതനുസരിച്ചുള്ള അപകടങ്ങൾ ഒഴിവാകാനാ സാധ്യത. ഓർക്കുമ്പോ ഒരു ഭയമുണ്ട്. പക്ഷെ അവളുടെ ഭക്തിയിൽ വിശ്വസിച്ചേ പറ്റൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പായി നന്ദ. സിത്താരുടെ വീട്ടിൽ പോയി ഇപ്പൊ തിരിച്ചു വന്നത് കൃഷ്ണ തന്നെയാ. അക്കാര്യത്തിൽ സിത്താര നമ്മളെ ചതിച്ചില്ല.